Thank you. Thank you. Thank you. Brothers and sisters, uncles and aunties, babies and kids, I welcome you all to the Obama fundraising campaign. I know, you know that, you all know me. If you don't know me, I know me. My friends, these days, you hear a lot about change. Yes, we can change. But you know, to make change, we do need some change. Please put some change on this bucket. We want change. 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 Okay. To introduce. Turn it on. Turn it on. No. Switch. To introduce our campaign manager, let me hand over the mic to Neliyam Parambil Ulahannan. Thank you, Mr. Johnny. Thank you, everybody. As all you know, we simply gathered here today for making some money, fundraising for Osama. Obama. So, before I introduce next speaker, let me introduce me. As all of you know, I am the president of IIA of Great Washington. I am serving community for last 20 years. Real estate broker, 6.5%. You wanted to buy your home? Call me. Night time, anytime. Available. So, before I introduce next speaker, I wanted to introduce another very important person. My wife, least but not lost. She is busy there preparing for next song, I think. So, let me hand over this mic to our campaign chairman, Mr. Purushan Pillai. സുഹൃത്തുക്കളെ, മിസ്റ്റർ ഉലഹന്നാൻ പറഞ്ഞപ്പോഴാണ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് ഓർത്തത്. ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ I just want to mention here. മറ്റാരുമല്ല, എൻ്റെ വൈഫ്. She is very cooperative, she is very capable, and she is a very social worker. You know, she is a very classical babysitter. If you have any baby help needed, please contact us on 800 babysitter. Thank you. Ladies and gentlemen, I am really grateful to you for coming to this function. This function would have been impossible without me inaugurating it. At this point, let me congratulate Mr. Johnny Kotti for introducing Neliyam Parambil Ulahannan, and let me congratulate Neliyam Parambil Ulahannan for introducing me. And before I introduce our presidential candidate, Obama, who is going to be here within few minutes, let me introduce myself. You don't have to chase the loan officer to get the loan approved. That's me, Purushan Pillai.
Now I expect questions from the press bureau. നമസ്കാരം. ഞാൻ ഈ പ്രസ് റിപ്പോർട്ടറാണ്. എന്താ ഇവിടെ നടന്ന സംഭവം? ഒബാമയുടെ ഫണ്ട് റൈസിംഗ്. ഫണ്ട് റൈസിംഗ് ആണ്. അതെ. ഏത് ഓർഗനൈസേഷനാണ് ഈ ഫണ്ട് റൈസിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ഫണ്ട് റൈസിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ ആം ദ പ്രസിഡന്റ് ഓഫ് താപ്പാന. താപ്പാനയോ? താപ്പാന മീൻസ് തരികിട അസോസിയേഷൻ ഓഫ് പൊളിറ്റീഷ്യൻസ് ഓഫ് നോർത്ത് അമേരിക്ക. അങ്ങനെയാണ്. അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആണ്. ഒന്നാമത്തെ പ്രസിഡന്റ്. അല്ല, നിങ്ങൾ ഇങ്ങനെ ക്യാപ്റ്റൻ കാശുണ്ടാക്കിയാൽ നിങ്ങൾ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അമേരിക്കയിലെ ഏറ്റവും പ്രശ്നമുള്ളതാണ് ഈ ഗ്യാസിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അമേരിക്കയിൽ ഗ്യാസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അമേരിക്കൻസിന്റെ ഡയറ്റ് ശരിയല്ല. അവരുടെ ഡയറ്റിൽ ഒരു ബർഗറും സോഡയും ഒക്കെ കഴിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ ഗ്യാസ് ട്രബിൾ തീർന്നുണ്ടെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരണം. എന്റെ പൊന്നു ചേട്ടാ, ആ ഗ്യാസ് ട്രബിൾ അല്ല, ഈ ഗ്യാസലിന്റെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ്. ഈ ഗ്യാസലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ കുഴിക്കണം. ഇവിടെ കുഴിക്കണം. ഇവിടെ വെച്ചിട്ട് ഗ്യാസ് വന്നിട്ടില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് കുഴിക്കണം. അങ്ങനെ നമ്മൾ ചിലപ്പോൾ വൈറ്റ് ഹൗസിന്റെ അടിയിൽ കുഴിച്ചാലായിരിക്കും കൂടുതൽ ഗ്യാസ് വരും. ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത് ഈ അൺഎംപ്ലോയ്മെന്റ് വളരെ നീർന്ന ഒരു പ്രശ്നമാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ആണ് ഇവിടെ. അപ്പൊ അതിനെ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്സ് ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ തന്നെ എത്രമാത്രം ഒഴിവുണ്ടെന്ന് അറിയുമോ? ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നു, ഒരു ബാഗ് ചെക്ക് ചെയ്യാൻ എത്ര പേരുണ്ടാവും? 20 പേര്. ഒരു 40 പേരെങ്കിലും വേണം. ഒരു ബാഗ് ചെക്ക് ചെയ്യാൻ 40 പേര് വേണം. അതെ, അങ്ങനെ കുറെ പേർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നതോടുകൂടി ഈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, ഇല്ലാണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയാ, കുറെ ട്രാഫിക് ക്യാമറകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ടെക്നോളജി. അതിന്റെ ആവശ്യമില്ല. ആ ട്രാഫിക് ക്യാമറയ്ക്ക് പകരം കുറെ ആൾക്കാർ ഒളിച്ചെത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് ജോലി കിട്ടുമല്ലോ. അപ്പൊ ഇവർക്ക് സാലറി എവിടെ നിന്ന് കൊടുക്കുക? സാലറി എടുക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഒരു സ്ഥലത്ത് 55 മൈൽ സ്പീഡ് ലിമിറ്റിലുള്ള ഒരു സ്ഥലത്താണ് ഒരു വണ്ടി പോവാണ്. നമ്മൾ അവിടെ സ്പീഡ് ടിക്കറ്റ് കൊടുക്കണം. 56 പോയാൽ $1000. ഇപ്പൊ വെർജീനിയയിൽ അങ്ങനെയാണല്ലോ. പിന്നെ 57 പോയാൽ 2000, 60 പോയാൽ 5000. അങ്ങനെ കുറെ ഡോളേഴ്സ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ കാശില്ല. അത് കേട്ടോ, ഏറ്റവും ഉയർന്ന പ്രശ്നമാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും? ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ആദ്യത്തെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആരാ? കൊളംബസ്. കൊളംബസും വാസ്കോഡിഗാമയും ഒരുമിച്ചാണല്ലോ വന്നത്. അപ്പൊ വാസ്കോഡിഗാമനെ ഡിപ്പോർട്ട് ചെയ്ത് പുള്ളി ഇന്ത്യയിലേക്ക് കാപ്പാട് പോയി ഇറങ്ങി. അപ്പൊ അതിനുശേഷം ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ഒരു വരവായി. അപ്പൊ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് തടയാൻ അത് നമ്മൾ അവരെ പോലീസിനെ വിട്ട് പിടിപ്പിച്ച് അവർക്കെല്ലാം ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കണം. ഗ്രീൻ കാർഡ് കൊടുക്കാൻ എല്ലാം ലീഗലായി. പിന്നെന്തോന്ന് അപ്പൊ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒക്കെ അങ്ങനെ. അപ്പൊ ചില ആൾക്കാരുണ്ടല്ലോ ഈ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇല്ലീഗലായിട്ട് ചെയ്യുന്നത്, അവരെന്ത് ചെയ്യും? അപ്പൊ ഈ ടാക്സ് കൊടുക്കാതെ അവന്മാരെ വിളിച്ചുകൊണ്ടായിട്ട് ബോർഡറിൽ വെച്ച് നമ്മളൊരു പണി കൊടുക്കും. അതായത് ബോർഡറിൽ നമ്മള് ഈ അമേരിക്കയുടെ ബോർഡറിന് ചുറ്റും നമ്മളൊരു മതിൽ കെട്ടും. ഈ മതിൽ കെട്ടാ ഇപ്പൊ നിങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണെന്ന് വിചാരിച്ചോ അല്ലെ? അപ്പൊ നിങ്ങൾ ഈ ഇല്ലീഗൽ ഇമിഗ്രന്റ് ബോർഡറിന്റെ പുറത്ത് നിന്നിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ മതിൽ കെട്ടും. അപ്പൊ ഈ മതിൽ കെട്ടിക്കഴിഞ്ഞ് തീരുമ്പോ നിങ്ങൾ പുറത്തായി. അപ്പൊ അങ്ങനെ എല്ലാ ഇല്ലീഗൽ ഇമിഗ്രൻസിന് നമ്മൾ പുറത്താക്കും. ഒബാമ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഒബാമ. ഒബാമ എന്ത്? ഇത് ഓമനപ്പുഴ ബാമ. അതിന്റെ ഷോർട്ട് ഫോമാണ് ഒബാമ. ഓമനപ്പുഴ ബാമ, ഒബാമ. ഒബാമയുടെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഫണ്ട് തരാനായിട്ട് ഞങ്ങൾ പറഞ്ഞത്. ഫണ്ട് റൈസിങ് ഇങ്ങനെ പ്രേക്ഷകനാവെന്ന് വിചാരിച്ചില്ല.